ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ അടുക്കളയിൽ ഒരു ക്രിസ്പി മീറ്റ് കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീറ്റ് എന്ന് പറയുമ്പോൾ ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണേലും എടുക്കാം. പക്ഷേ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നോട് പല പ്രാവശ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ കട്ട്ലറ്റ് പൊട്ടിപ്പോണു അല്ലെങ്കിൽ ഒരു ക്രിസ്പി ഔട്ടർ കവറിങ് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ഞാൻ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചത് കുക്കറിലോട്ടിട്ടു. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പിന്നീട് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇട്ടു. പിന്നീട് 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നേരത്തെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിലോട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ബീഫ് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 8 to 10 വിസിലാണ് വരെ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. 4 വലിയ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ആവിയിൽ വെച്ചൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റാണ് ഉള്ളിൽ എന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഹാർഡാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബീഫ് എന്തായെന്ന് തുറന്ന് നോക്കാം. ബീഫ് നല്ലതുപോലെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചോപ്പിന് ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതോടൊപ്പം തന്നെ ചൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ചെടുക്കണം. പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ചെറിയ പീസാക്കിയിട്ട് ഒരു തവിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് അമർത്തി ഇതേപോലെ പൊടിച്ചെടുക്കാം. ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പീസസ് ചെറുതാക്കാൻ നോക്കുക. ഉരുളക്കിഴങ്ങ് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മസാല ഉണ്ടാക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. 7 ചെറിയ പച്ചമുളക്, ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ 2 വെല്ലുള്ളി ചെറുതായി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സോഫ്റ്റ് ആവണ വരെ ഇളക്കി കൊടുക്കാം. വെല്ലുള്ളി സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില അരിഞ്ഞുകൊണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പച്ച മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നീട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഈ പൊടികളൊക്കെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബീഫ് വേവിക്കുമ്പോൾ അതിനുള്ളതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാലപ്പൊടികളെല്ലാം തന്നെ ഇട്ട് കഴിഞ്ഞു. ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൽ ഇപ്പോൾ ഒരു ഫ്ലേവറും ഇല്ല. അപ്പോൾ ഈ പൊടികളൊക്കെ തന്നെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് മിക്സായി വരണം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വേവിച്ച് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട്ലറ്റിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. പക്ഷേ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് എല്ലാ മിക്സ്ചറും കൂടി ഒന്നായിട്ട് വരണം.
ഒന്നുകിൽ ഇത് ചൂടാറിയതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തവി ഉപയോഗിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കട്ട്ലറ്റ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഷേപ്പ് ചെയ്യാം. കട്ട്ലറ്റിൻ്റെ മേലെയുള്ള ക്രിസ്പി കോട്ടിങ് കൊടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബ്രെഡ് ക്രംസും 2 എഗ്ഗുമാണ്. ചിലവർ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, പക്ഷേ ഞാൻ മൊത്തം എഗ്ഗ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ റസ്ക് പൊടിച്ചാലും മതി, അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഉപയോഗിച്ചാലും മതി. മുട്ടയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ചെറിയ ബോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഞാനിപ്പം ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർഡ് ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. മാക്സിമം ഈ ഒരു കട്ട്ലറ്റിൽ ക്രാക്ക് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ നോക്കുക. ക്രാക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തിട്ട് പൊരിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ കട്ട്ലറ്റ് മിക്സ്ചർ കൊണ്ട് നമുക്ക് എല്ലാ കട്ട്ലറ്റ്സും ഷേപ്പ് ആക്കിയിട്ടെടുക്കാം. ഇതേപോലെ ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു 3/4 കിലോ ബീഫ് ഉപയോഗിച്ചിട്ട് 26 കട്ട്ലറ്റോളം ഉണ്ടാക്കി. നിങ്ങൾ എടുക്കുന്ന കട്ട്ലറ്റ് മിക്സ്ചറിൻ്റെ ബോളിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതിൻ്റെ നമ്പറിൽ വ്യത്യാസം വരും കേട്ടോ. ഈ കട്ട്ലറ്റ്സ് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കട്ട്ലറ്റ്സ് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ്സ് മുങ്ങിക്കിടക്കാനുള്ള എത്രയോളം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു കറക്റ്റ് ക്രിസ്പി കോട്ടിങ്ങിലായിട്ട് നമുക്ക് കിട്ടും. ഒരു സൈഡിലെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കിച്ചൺ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് എണ്ണ വാർത്തെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ കട്ട്ലറ്റ്സും പൊരിച്ചു പോരാം. അപ്പോൾ നമ്മളുടെ പെർഫെക്റ്റ് ക്രിസ്പി ബീഫ് കട്ട്ലറ്റ് റെഡിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കാലിയാവണത് അറിയില്ല, അത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കഴിച്ചു കഴിയും. നിങ്ങൾക്ക് കാണാൻ പറ്റും പുറത്ത് നല്ല ക്രിസ്പി ക്രഞ്ചി കോട്ടിംഗ് ആണ്, പക്ഷേ ഉള്ളിൽ ബീഫും ഉരുളക്കിഴങ്ങും കൊണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ സലാഡ് ഉപയോഗിച്ചിട്ടോ കഴിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ട് അടുക്കള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.